റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊലപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ. മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസനാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ദ ടക്കർ കാൾസൺ ഷോ എന്ന കാൾസന്റെ പോഡ്കാസ്റ്റിലാണ് വിവാദ പരാമർശം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇത്തരത്തിലൊരു വധശ്രമം ഉണ്ടായത് എന്ന് പറയുന്ന കാൾസൺ തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ വിശദീകരിച്ചിട്ടില്ല. അമേരിക്കൻ എഴുത്തുകാരൻ മറ്റ് തബീബിയുമായി പോഡ്കാസ്റ്റിലൂടെ നടത്തിയ സംഭാഷണത്തിനിടെയാണ് കാൾസൺ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അമേരിക്കയിലെ പ്രധാന വാർത്താ ചാനലായ ഫോക്കസ് ന്യൂസിൽ മുഖ്യ വാർത്താവതാരകനായിരുന്നു ടക്കർ കാൾസൺ. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നെന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട കാൾസൺ ഫോക്കസ് ന്യൂസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വാർത്താവതരണത്തിനിടെ കാൾസൺ നടത്തിയ ആരോപണത്തിൽ ചാനലിനെതിരെ അന്ന് കേസെടുത്തിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ പുടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് റഷ്യ അറിയിച്ചു. വാർത്തയോട് ബൈഡൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. 2008 മുതൽ 2012 വരെ റഷ്യയുടെ പ്രധാനമന്ത്രിയായും ആസ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസിഡന്റ് പദത്തിലെത്തിയതുമാണ് പുടിൻ. വരുന്ന 2034 വരെ റഷ്യയുടെ സുരക്ഷിതത്വം പുടിന്റെ കൈകളിൽ ഭദ്രമാണെന്നാണ് റഷ്യയിലെ ജനതകളുടെ വിശ്വാസം. 2 തവണയിൽ അധികം പ്രസിഡന്റായിരിക്കുവാൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം കഴിയില്ല എന്നതിനാലാണ് റഷ്യയുടെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 2008 മെയ് 8 മുതൽ 2012 വരെ ആസ്ഥാനം വഹിക്കുകയും ചെയ്തത്. ദിമിത്രി മെദ്വേവ് ആയിരുന്നു ഈ കാലയളവിൽ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നത്. 2012 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പുടിൻ വീണ്ടും റഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ രാഷ്ട്രീയ സ്ഥിരതയും നിയമവാഴ്ചയും കൊണ്ടുവരാൻ പുടിന് കഴിഞ്ഞു എന്നതിൽ സംശയമൊന്നുമില്ല. പുറത്തുനിന്ന് ഒരുവനും ആ മതിൽ കടന്നൊന്ന് പ്രവേശിക്കാൻ മടിക്കത്തക്ക വിധം ആ രാജ്യത്തെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തിയ പോരാളിയാണ് പുടിനെന്ന് നിസ്സംശയം പറയാം. എത്ര വലിയ കൊമ്പന്മാരെത്തിയാലും നേരിടാൻ എപ്പോഴും സജ്ജരായി നിൽക്കുന്ന പുടിന്റെ സൈനിക ബലം എപ്പോഴും അവിടെ സജ്ജമാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ എരിഞ്ഞു തുടങ്ങിയ പുടിന്റെ കോപം ഇന്നെത്തി നിൽക്കുന്നത് റഷ്യ ലോകത്തെ തന്നെ ഒരു മികച്ച രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടാണ്. ആരും വെറുതെ അങ്ങ് കടന്നു ചെല്ലാൻ മടിക്കുന്നത്ര സുരക്ഷയൊരുക്കിയാണ് പുടിൻ തന്റെ ജനങ്ങളെ കാക്കുന്നത്. അതിനുദാഹരണവുമാണ് ഉക്രൈൻ റഷ്യ യുദ്ധവും. രാജ്യത്തിന് നേരെ പാഞ്ഞെത്തിയ ദുഷ്ടശക്തികൾക്ക് തക്ക മറുപടി കൊടുക്കാൻ പുടിനും പുടിന്റെ കരുത്തിനും ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അടിക്കേണ്ടവരെ അടിച്ചും പേടിപ്പിക്കേണ്ടവരെ പേടിപ്പിച്ചും നിലയ്ക്ക് നിർത്താൻ പുടിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഉക്രൈൻ എന്നും പുടിന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. ഉക്രൈൻ റഷ്യയുടെ കിരീടത്തിലെ രത്നമാണെന്നായിരിക്കും ഒരിക്കൽ പുടിൻ പറഞ്ഞിരുന്നത്. ആ രത്നം തന്റെ കിരീടത്തിൽ പതിപ്പിക്കാനുള്ള അധിനിവേശത്തിലാണിപ്പോൾ പുടിൻ. അതിനേക്കാളേറെ പരിസമാപ്തിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ ഈ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളൊരു കൂട്ടരാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഉക്രൈൻ അധിനിവേശത്തിൽ അമേരിക്ക കാണിച്ച എടുത്തുചാട്ടമായിരുന്നു ഉക്രൈനുള്ള സഹായങ്ങൾ. പക്ഷേ അതിന് അമേരിക്കയ്ക്ക് പകരം കിട്ടിയത് സൈനികപരമായും സാമ്പത്തികപരമായുള്ള നഷ്ടങ്ങൾ മാത്രമാണ്. ഉക്രൈൻ ആകട്ടെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു കറ പോലെ വാരിക്കൂട്ടിയ നഷ്ടങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞൊരു സാമ്രാജ്യവും മാത്രം ബാക്കിയായി. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത്. ഭാവിയിൽ ശത്രുക്കളെയെല്ലാം നിലംപരിശാക്കി പുതിയൊരു യുഗം തുടങ്ങിയാൽ പിന്നെയുള്ള റഷ്യൻ യുഗത്തിലെ റഷ്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നുകൂടിയായിരിക്കും ഇന്ത്യ എന്ന് പറയേണ്ടതില്ല. അതിനിടയിലാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ ആയുധങ്ങൾ നൽകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല, ജോ ബൈഡന്റെ കാലത്ത് റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാൻ പദ്ധതിയിട്ടു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതെല്ലാം റഷ്യ അമേരിക്കൻ ബന്ധത്തിൽ എത്രത്തോളം ഉലച്ചിൽ തട്ടുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.